ഞങ്ങൾ മൂകാംബികയിലെത്തിയത് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലൂർ വരെയുള്ള KSRTC ബസ്സിനായിരുന്നു. ഇതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 30 സെപ്റ്റംബർ വൈകിട്ട് 5:30 ബസ് യാത്ര തിരിച്ചത്. ഞങ്ങൾ 1 ഉച്ചയ്ക്ക് 12:30 കൊല്ലൂർ എത്തിയത്. അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ എടുത്തു. ഞങ്ങളൊന്ന് ഫ്രഷായി. 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ കുടജാദ്രിയിൽ പോയി. ഏകദേശം 8 മണിയോട് കൂടി കുടജാദ്രിയിൽ നിന്ന് തിരിച്ചു വന്നു. ഈ വിവരങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മൂകാംബികയിലെത്തിയത് നവരാത്രി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. റൂമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം 2000 രൂപയ്ക്ക് ഞങ്ങൾക്കൊരു റൂം കിട്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റൂം എടുക്കുമ്പോൾ ചെക്കൗട്ട് സമയം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലായിടത്തും 24 hours കാണില്ല കേട്ടോ. ചില റൂമുകളിൽ നമ്മൾ 12 hours തന്നെ വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ കൊല്ലൂർ എത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവിടെ ജിയോയ്ക്കും എയർടെല്ലിനും മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. ബാക്കി നമ്മുടെ ഐഡിയയ്ക്കൊന്നും വലിയ നെറ്റ്വർക്ക് ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. കോള് വിളിക്കാനും നമുക്ക് ഗൂഗിൾ പേ ചെയ്യണമെങ്കിലോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വേറെ ആരും വീഡിയോയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഞങ്ങൾ അനുഭവിച്ചതാണ്. കാരണം ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് ക്യാഷ് കയ്യിലെടുത്ത് വെച്ചിട്ടല്ല പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നെറ്റ്വർക്ക് ഇല്ല, ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ. പിന്നെ ATM തേടി കണ്ടുപിടിച്ച് ATMിൽ പോയി ക്യാഷ് എടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. അമ്പലം സ്ഥിതി ചെയ്യുന്നത് കുടജാദ്രി മലയുടെ അടിവാരത്താണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഈ നെറ്റ്വർക്കിന് പ്രശ്നം വന്നത്. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായോ എന്നറിയില്ല, പക്ഷെ ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതി, റൂമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ തിരക്ക് പിടിച്ചു വന്ന് തൊഴുതു പോകാതെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ദേവിയെ 2 വട്ടം കണ്ട് തൊഴുത് കുടജാദ്രിയിലൊക്കെ പോയി മൈൻഡൊക്കെ ഫ്രഷ് ആയി പോകുന്നതാണ് സന്തോഷകരം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ രാത്രി 8:30 ആയപ്പോൾ മൂകാംബിക അമ്മയെ തൊഴാൻ പോയി കേട്ടോ. അമ്പലത്തിന്റെ കിഴക്കേ നടയിലാണ് ഞങ്ങൾ ചെന്നത്. അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ചെരുപ്പ് വെക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട്. ഒരു ജോഡി ചെരുപ്പ് വെക്കുന്നതിന് 5 രൂപയായിരുന്നേ. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ വാതിലിന്റെ ഇരുവശത്തായിട്ട് വലിയ 2 മണികൾ കാണാൻ പറ്റുമേ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ പ്രധാന കവാടത്തിന്റെ മുകളിലായിട്ട് വലിയ മൂകാംബിക അമ്മയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കൂടുതൽ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുക. നവരാത്രി ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഉത്സവം പോലെയാണ് കേട്ടോ. അമ്പലവും അതുപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൂക്കളും ഒരുപാട് കളർ ലൈറ്റുകളും ഒക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാന്. നാളെ കുഞ്ഞിനെ വിദ്യാരംഭത്തിന് വേണ്ടി ചീട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കൗണ്ടറിൽ ചെന്ന് കേട്ടോ. മുൻകൂർ നമുക്ക് ചീട്ടാക്കാമേ. തലേ ദിവസം 200 രൂപയായിരുന്നു കേട്ടോ രസീതിന്. നാളെ നല്ല തിരക്കായിരിക്കുമെന്നറിയാം. ഒരുപാട് പേര് കുഞ്ഞുങ്ങളെയും കൊണ്ട് വിദ്യാരംഭത്തിന് വരുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻകൂർ ചീട്ടാക്കി. അതിനുശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയത്. അമ്പലത്തിന് മുൻപിൽ തന്നെ വലിയ കൽവിളക്കും സ്വർണ്ണ കൊടിമരവും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. സാധാരണ 9 മണിക്കാണ് നട അടയ്ക്കാറ്. നാളെ വിജയദശമി ആയതുകൊണ്ടാവണം താമസിച്ചേ നട അടയ്ക്കുള്ളൂ. കൊടിമരത്തിന്റെ അവിടുന്ന് കുറച്ച് മാറി ഒരു രഥം നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിന്റെ പുറകുവശത്തായിട്ട് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫോണൊക്കെ കൊണ്ടുപോകാം കേട്ടോ. വീഡിയോ ഫോട്ടോയും ഒക്കെ എടുക്കാം. അതായത് ശ്രീകോവിലിനകത്തല്ല കേട്ടോ, പുറത്തെ ശ്രീകോവിലിനകത്ത് നമുക്ക് ഫോൺ കൊണ്ടുപോകാം. പക്ഷെ വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ലേ. അങ്ങനെ നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, ദേവിയെ കാണാൻ വേണ്ടി വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പുറത്ത് വേറൊരു ക്യൂ ഉണ്ടായിരുന്നേ. ഞങ്ങൾ അതെന്താണെന്ന് അന്വേഷിച്ച് അന്നേരമാണ് കഷായപ്രസാദം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണെന്ന് പറഞ്ഞത് കേട്ടോ. ശ്രീചക്ര പീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടി ഉള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗ്രഹണ സമയത്ത് പോലും ഈ അമ്പലം അടയ്ക്കാറില്ല. കൂടാതെ മഹാകാളി, മഹാലക്ഷ്മി,
മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായിട്ടാണ് മൂകാംബിക അമ്മയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ സന്നിധിയിൽ വെച്ച് ആരംഭിക്കുന്ന ഒരു കാര്യവും വിഫലമാകില്ല. ശിവസാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ 108 ശിവാലയങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ക്ഷേത്രം കാണുന്നത്. കൂടാതെ ഉപപ്രതിഷ്ഠകളായി മഹാദേവന്റെ 4 ഭാവങ്ങളുണ്ട്. കൂടാതെ ഗണപതി, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, വീരഭദ്രൻ, നാഗദൈവങ്ങളും ഇവിടെയുണ്ട്. വീരഭദ്രനെ തൊഴുതിട്ട് വേണം അമ്മയെ കാണാൻ എന്നാണ് പറയുന്നത്. ഇവിടെ പല രൂപങ്ങളിലായി ഗണപതി പ്രതിഷ്ഠകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ശ്രീകോവിലിന് തൊട്ടടുത്തായി സരസ്വതി മണ്ഡപമുണ്ട്. ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. സമീപത്തായിട്ട് ഗണപതിയുമുണ്ട്. ഗണപതിയെ വിദ്യാ ഗണപതിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികളെ ഇവിടെ ഇരുത്തിയാണ് വിദ്യാരംഭം കുറിക്കുന്നത്. അതുപോലെ ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് പേർ അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അമ്മയുടെ ശ്രീവേലി തുടങ്ങിയത്. സാധാരണ 3 ശ്രീവേലി ഈ അമ്പലത്തിൽ ചെയ്യാറുണ്ടെന്നേ. ഞങ്ങൾ കണ്ടത് രാത്രിയിലത്തെ ശ്രീവേലിയായിരുന്നു കേട്ടോ. ആദ്യം ശ്രീകോവിലിൽ നിന്ന് വാദ്യമേളങ്ങളോടെ അമ്മയെ കയ്യിലേറ്റി പ്രദക്ഷിണം വയ്ക്കുന്നു. അതിനുശേഷം അമ്മയെ തലയിലേറ്റി പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് അമ്മയെ പല്ലക്കിൽ കയറ്റി പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് ദേവിയെ സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടെഴുന്നള്ളിച്ച് ഭക്തർക്ക് കാണാനായി വയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഭഗവതിക്ക് നിവേദിക്കുന്ന അവില് അത് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. കുറെ കഴിഞ്ഞ് ദേവിയെ വീണ്ടും എഴുന്നള്ളിച്ച് ശ്രീകോവിലിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടാണ് അമ്പലം അടയ്ക്കുന്നത്. അതിനുശേഷമാണ് അമ്മയുടെ കഷായപ്രസാദം നമുക്ക് തരുന്നത്. ഞങ്ങളും കുടിച്ചു. എല്ലാവരും ചെറിയ പാത്രങ്ങൾ കൊണ്ടുവന്ന് കഷായപ്രസാദം വാങ്ങുന്നുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് സ്റ്റേജിൽ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം അത് കണ്ടു. പിന്നീട് ഞങ്ങൾ റൂമിലേക്ക് പോയി. വഴിയിൽ വെച്ച് കണ്ട കേരള റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു. റൂമിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 10:45 ആയിരുന്നേ. പിന്നെ 3 മണിക്കുള്ള അലാറം വെച്ചിട്ട് ഞങ്ങൾ ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം 3 മണിയായപ്പോൾ തന്നെ അലാറം അടിച്ച് ഞങ്ങൾ ഉണർന്നു. പെട്ടെന്ന് കുഞ്ഞിനെയും ഉണർത്തി. അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവൾ ഉറക്കം തൂങ്ങിയിരിക്കും. പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി 4:15 ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തി. വിജയദശമി ദിവസം ആയതുകൊണ്ട് 3:30 മുതൽ തന്നെ അമ്പലം സജീവമാണ്. അല്ലെങ്കിൽ അമ്പലം 5 മണിക്ക് തുറക്കുകയുള്ളൂ. 4:15 ചെന്നപ്പോഴും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ സരസ്വതി മണ്ഡപത്തിനോട് ചേർന്നുള്ള ഹോമമൊക്കെ നടത്തുന്ന ഒരു റൂമിൽ വെച്ചായിരുന്നേ വിദ്യാരംഭം കുറിച്ചത്. അതിൻ്റെ റൂമിലും വരാന്തയിലും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി രക്ഷിതാക്കളും കൂടെ ഇരുന്നാണ് നമ്മൾ വിദ്യാരംഭം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിനകത്ത് ചെന്നപ്പോൾ കുറെ പ്ലേറ്റുകളിലായിട്ട് പച്ചരി നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഉണക്ക മഞ്ഞൾ കഷ്ണവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നിരുന്നേ. അവിടെ വിദ്യാരംഭം കുറിക്കുന്നത് ആരുമാകാം, അച്ഛനോ അമ്മയോ ആർക്കും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം പൂജാരി മന്ത്രങ്ങളൊക്കെ നമുക്ക് ചൊല്ലിത്തരും. അതൊക്കെ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ കയ്യിൽ മഞ്ഞൾ എടുത്തു കൊള്ളാൻ പറയും. എടുത്തിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് ഹരിശ്രീ മുതൽ ആ എല്ലാം നമ്മൾ തിരുമേനി ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് നമ്മൾ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് എഴുതിപ്പിക്കണം. ദേവ് വലിയ കുഴപ്പമൊന്നും കൂടാതെ എല്ലാം എഴുതിയേ. പക്ഷെ തൊട്ടടുത്തിരുന്ന കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ആ കുഞ്ഞ് ഒന്നും എഴുതിയില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തു. അതിനുശേഷം സരസ്വതി മണ്ഡപത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ സരസ്വതി മണ്ഡപത്തിലെത്തി അവിടുത്തെ അമ്മയെ പ്രാർത്ഥിച്ചു, തൊഴുതു, പ്രസാദം വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ വിദ്യാരംഭം കുറിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി കുറച്ച് പേർ നിൽക്കുന്നുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഒരു സമ്മാനം ദേവുവിനും കിട്ടിയേ. ഒരു ഫയലും കുറച്ച് പുസ്തകങ്ങളും കളർ പെൻസില് മൈക്രോബറൊക്കെ ആയിരുന്നു കേട്ടോ. ദേവു അതിന് ഭയങ്കര വഴക്കായിരുന്നു തുറന്നു കൊടുക്കാനും പറഞ്ഞ് അവിടെ നിന്ന്. പിന്നെ ഏകദേശം അവളെ ഒന്ന് സമാധാനിപ്പിച്ച് ഞങ്ങൾ അമ്മയെ തൊഴാൻ വേണ്ടി ക്യൂവിൽ നിന്നു.
അങ്ങനെ അമ്മയെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ പുറത്ത് വലിയ കൊത്തുപണികളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ ദേവിയുടെ പല രൂപത്തിലുള്ള ഫോട്ടോ വലിയ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പ്രധാന കവാടം കടന്ന് അമ്മയെ കാണാൻ ചെല്ലണം. അവിടെ 100 രൂപയുടെ സ്പെഷ്യൽ ദർശനമുണ്ട്. എന്നാൽ പോലും ദേവിയുടെ മുൻപിൽ എത്തുമ്പോൾ എല്ലാവരും തുല്യര് തന്നെയാണ്. 100 രൂപയുടെ രസീത് വാങ്ങുന്നവർക്ക് ഒരുപാട് ക്യൂ നിൽക്കണ്ട എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ശ്രീകോവിലിനകത്ത് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ ഫോൺ കൊണ്ടുപോകാവേ. അതുപോലെ പുരുഷന്മാർക്ക് ഷർട്ടും ബനിയനും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. നവരാത്രി ഉത്സവം ആയതുകൊണ്ട് അമ്പലത്തിനകത്തും ഫുള്ള് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെ ഞങ്ങള് അമ്മയുടെ മുമ്പിലെത്തി. സ്വർണത്തിൽ പൊതിഞ്ഞ അമ്മയാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ. ഒരുപാട് സമയമൊന്നും നമുക്ക് അവിടെ തരില്ല കേട്ടോ. കുറച്ച് സമയം, തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കണ്ടു തൊഴാം. ഇന്ന് നവരാത്രി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കല്ലേ, അതുകൊണ്ട് പുറകിൽ നിന്നൊക്കെ ഒരുപാട് പേര് തള്ളുന്നുണ്ടായിരുന്നേ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞങ്ങൾ ദേവിയെ നന്നായിട്ട് തന്നെ കണ്ടു തൊഴുതു. അങ്ങനെ കണ്ടു തൊഴുത് പുറത്തിറങ്ങി 100 രൂപയുടെ രസീത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രസാദം കിട്ടും. അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ലഡു, പിന്നെ പൊടിയായിട്ടുള്ളൊരു പ്രസാദം, കുങ്കുമം, പിന്നെ തീർത്ഥം തുടങ്ങിയവയെല്ലാം കൂടെ കൂടിയാണ് നമുക്ക് ഒരു പ്രസാദമായിട്ട് കിട്ടുന്നത് 100 രൂപയ്ക്ക്. പിന്നെ ഉപദൈവങ്ങളെല്ലാം കണ്ടു തൊഴുതു ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. എല്ലാ ദിവസവും മൂകാംബിക അമ്പലത്തിൽ അന്നദാനമുണ്ട് കേട്ടോ. സാധാരണ സൗപർണിക നദിയിൽ പോയി കുളിച്ചതിന് ശേഷം അമ്മയെ വന്ന് കാണണം എന്നാണ് പറയാറ്. പക്ഷെ ഞങ്ങൾ വെളുപ്പിനെ പോയതുകൊണ്ട് അതിന് കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 8 മണിയായപ്പോൾ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞുള്ള റോഡിലെത്തി. അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് സൗപർണിക നദിയിലെത്തിയേ 40 രൂപയാണ് ഓട്ടോ ചാർജ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള സൗകര്യം അവിടെയുണ്ട്. ചെറിയൊരു കട പോലെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഗണപതി ക്ഷേത്രവും ഉണ്ട്. കുളിച്ച് നമുക്ക് അവിടെ കയറി തൊഴാവുന്നതാണ്. ഞങ്ങൾ സൗപർണിക നദിയിൽ നിന്ന് കാലൊക്കെ കഴുകി അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് പാർക്കിംഗ് ഏരിയയിലെത്തി. പിന്നീട് റൂമിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റൂമിലെത്തി ഏകദേശം 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. അടുത്ത യാത്രയ്ക്ക് തയ്യാറായേ. പോകുമ്പോഴൊക്കെ മൂകാംബിക അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത്, ഇനിയും വരാൻ സാധിച്ചാൽ ഞാൻ തീർച്ചയായും വരുമെന്ന്. അതിനുള്ള ഭാഗ്യം അമ്മേ നീ എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങി.